സാധാരണ പരിപാടികൾ അലങ്കോലപ്പെടുമ്പോൾ സംഘാടകർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ രീതിയിൽ ആസൂത്രിതമായ അതിക്രമം ഉണ്ടാകാറില്ല. കേസിന് ശേഷം പുറത്തിറങ്ങിയ വേടനെതിരെ സംഘപരിവാർ അനുകൂലികളുടെ രൂക്ഷമായ പരിഹാസമാണ് ഉണ്ടായത്. സംഘപരിവാർ നേതാക്കൾ നേരിട്ട് രംഗത്തെത്തി വേടനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വേടന്റെ പരിപാടികൾ തുടർച്ചയായി അലങ്കോലപ്പെടുന്നത് സംശയത്തിന് ഇട നൽകുന്നത്. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അൻഷാദ് മില്യാസ്. വീണ്ടും വേടനെ കുറിച്ചാണ് പറയാനുള്ളത്. ചില സംശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. വേടന്റെ പരിപാടികൾ ആസൂത്രിതമായി അലങ്കോലപ്പെടുത്തുകയാണോ അതോ സംഘാടനത്തിലെ പിഴവ് മാത്രമാണോ? വേടനെതിരെ തുടർച്ചയായി സംഘപരിവാർ നേതാക്കൾ രംഗത്തെത്തുന്നതും പരിപാടി അലങ്കോലപ്പെടുന്നതും ആയി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കറിയാം, വനം വകുപ്പിന്റെ അറസ്റ്റോടെ വേടന്റെ പ്രശസ്തി കുത്തനെയാണ് ഉയർന്നത്. അതുവരെ അറിയാത്തവരും വേടന്റെ പാട്ടുകൾ ആസ്വദിച്ചു, പറച്ചിലുകളിൽ ചിന്തിച്ചു. വേടന്റെ പരിപാടികൾക്ക് വൻ ജനക്കൂട്ടം എത്തി തുടങ്ങി. നേരത്തെ വേടനെ ആസ്വദിക്കാൻ എത്തിയിരുന്നത് യുവാക്കൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും വേടന്റെ പാട്ട് കേൾക്കാൻ എത്തുന്നു. ഈ ജനക്കൂട്ടത്തിന് അകത്തേക്ക് നുഴഞ്ഞു കയറി മനഃപൂർവ്വം ഏതെങ്കിലും ശക്തികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലീസ് വൃത്തങ്ങളിൽ തന്നെയുണ്ട്. പുറമെ സംഘാടന പിഴവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വേടന്റെ ചില ആരാധകരും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേടന്റെ ആരാധകരെല്ലാം പ്രശ്നക്കാരാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് വേടന്റെ യഥാർത്ഥ ആരാധകരുടെ സംശയം. കിളിമാനൂർ പരിപാടി അലങ്കോലപ്പെട്ടപ്പോൾ പഴി മുഴുവൻ കേട്ടത് വേടന്റെ ആരാധകരാണ്. വേടന്റെ കിളിമാനൂരിലെ പരിപാടിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? മരിച്ചുപോയ സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി 86 അംഗങ്ങൾ മാത്രമുള്ള യുവാക്കളുടെ കൂട്ടായ്മയായ ഊന്നുങ്കൽ ബ്രദേഴ്സാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഫ്രീ ആയിരുന്നു പരിപാടിയിലേക്കുള്ള പ്രവേശനം. പരിപാടിയുടെ ലൈവ് സ്ട്രീമിംഗ് ഒരുക്കുന്നതിനിടെ ലിജു ഗോപിനാഥ് എന്ന യുവാവ് ഷോക്കേറ്റ് മരിച്ച ദാരുണ സംഭവമുണ്ടായി. ഇതോടെ പരിപാടി റദ്ദാക്കി വേടൻ മടങ്ങി. പരിപാടിക്കായി തടിച്ചുകൂടിയ ജനക്കൂട്ടം പ്രതിഷേധമുയർത്തി. അപ്രതീക്ഷിതമായി എത്തിയ വൻ ജനക്കൂട്ടത്തെ സംഘാടകരും പോലീസും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയേണ്ടത്. ഒരാളുടെ മരണം കാരണമാണ് പരിപാടി മാറ്റിവെച്ചതെന്ന അറിയിപ്പൊന്നും ആരും ചെവിക്കൊണ്ടില്ല. വലിയ രീതിയിലുള്ള അതിക്രമമാണ് പിന്നീട് കിളിമാനൂരിലെ ഈ വേദിയിൽ കണ്ടത്. ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങളും സ്റ്റേജും ചെളിയെറിഞ്ഞും കല്ലെറിഞ്ഞും ചിലർ നശിപ്പിച്ചു. മൈക്ക് ബോക്സിന്റെയും ലൈറ്റ് സംവിധാനത്തിന്റെയും ഉള്ളിലും ചെളി കയറി നശിച്ചു. സാധാരണ പരിപാടികൾ അലങ്കോലപ്പെടുമ്പോൾ സംഘാടകർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ രീതിയിൽ ആസൂത്രിതമായ അതിക്രമം ഉണ്ടാകാറില്ല. ഇതാണ് സംശയത്തിന് ഇട നൽകുന്നത്. സംഘപരിവാർ അനുകൂലികളായ ചിലർ പരിപാടി സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷങ്ങളുടെ നഷ്ടത്തിന് പുറമെ പോലീസ് കേസും സംഘാടകരായ യുവാക്കളുടെ പേരിലുണ്ട്. ഇനി വേടന്റെ പരിപാടി സംഘടിപ്പിക്കാൻ ആര് മുന്നിട്ടിറങ്ങിയാലും ഇതാകും സ്ഥിതി എന്ന മുന്നറിയിപ്പായി ഇതിനെ ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാനും കഴിയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാലക്കാട്ടെ പരിപാടിയിലേക്ക് പോയാൽ കോട്ടമൈതാനിയിൽ നടന്നത് സർക്കാർ പരിപാടിയായിരുന്നു. സംഘാടകർ ഏറെ ശ്രമിച്ചിട്ടും കാണികളെ ആദ്യമേ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 6 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 8 മണിയായി തുടങ്ങാൻ. തുടർന്ന് 4 തവണ പോലീസ് ലാത്തി വീശി. 15ഓളം പേർക്ക് പരിക്കേറ്റു. ചിലർ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടി. അതോടെ വേടൻ പ്രോഗ്രാം നിർത്തി. കിളിമാനൂരിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിപാടിക്ക് കനത്ത സുരക്ഷ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ പാലക്കാട് അതുണ്ടായില്ല. പാലക്കാട് നഗരസഭയ്ക്ക് 1,75,552 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. BJP ഭരിക്കുന്ന നഗരസഭ സർക്കാരിനോട് ഈ തുക ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സൗജന്യ പ്രവേശനവും തിരക്ക് നിയന്ത്രിക്കുന്നതിലെ അപര്യാപ്തതയും ഒക്കെയാണ് പ്രശ്നമായത് എന്നാണ് സംഘാടകർ വിശദീകരിക്കുന്നത്. പക്ഷേ കിളിമാനൂരിന് പിന്നാലെ പാലക്കാട്ടെ പരിപാടി കൂടി അലങ്കോലപ്പെട്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇടുക്കിയിലെയും വയനാട്ടിലെയും പരിപാടി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കുകയും ചെയ്തു. വയനാട്ടിൽ പണം ഈടാക്കിയായിരുന്നു പരിപാടി നടത്തിയത്. പക്ഷെ വേടന്റെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ തിക്കും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമം ആരുടെയൊക്കെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. വേടന്റെ നിലപാടുകൾക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വേടനെതിരായ കഞ്ചാവ് കേസും പിന്നീട് പുലിപ്പല്ലി കേസും ഒക്കെ ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ വേടൻ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് EDയെയും സംഘപരിവാറിനെയും കളിയാക്കിയതിന് പിന്നാലെ
കേസിന് ശേഷം പുറത്തിറങ്ങിയ വേടനെതിരെ സംഘപരിവാർ അനുകൂലികളുടെ രൂക്ഷമായ പരിഹാസമാണ് ഉണ്ടായത്. പാട്ടിനിടയിലുള്ള വർത്തമാനങ്ങളിൽ യാസർ അരാഫത്തിനെ കുറിച്ചും പലസ്തീനെ കുറിച്ചും ജാഫിനെ കുറിച്ചുമൊക്കെ വേടൻ പറയുന്നതിനെതിരെയായിരുന്നു മിക്ക പരിവാർ അനുകൂലികളുടെയും വിമർശനം. വേടൻ ഇസ്ലാമിസ്റ്റ് ആണെന്ന് വരെ ഇവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് രൂക്ഷമായി തുടങ്ങിയതിന് പിന്നാലെ വേടന്റെ പരിപാടികൾ അലങ്കോലപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, വേടനെതിരെ പണ്ടുയർന്ന, പിന്നീട് വേടൻ പരസ്യമായി മാപ്പ് പറഞ്ഞ ലൈംഗിക പീഡന കേസ് വീണ്ടും ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ സംഘപരിവാർ നേതാക്കൾ നേരിട്ട് രംഗത്തെത്തി വേടനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ്. RSS മുഖമാസികയായ കേസരി പത്രാധിപർ NR മധുവും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും വേടനെതിരെ വിഷം തുപ്പുകയാണ്. വേടന്റെ ഗാനങ്ങൾ ജാതി തീവ്രവാദം വളർത്തുന്നുവെന്നാണ് മധുവിന്റെ വിമർശനം. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമാണ് ഇതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നുമൊക്കെ മധു ആരോപിക്കുകയാണ്. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന, വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നാണ് ശശികലയുടെ ആരോപണം. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘപരിവാർ നേതാക്കൾ വേടനെതിരെ രംഗത്തു വരാനും സാധ്യതയുണ്ട്. കാരണം സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ആ രീതിയിലുള്ള, അതായത് വേടനെതിരെയുള്ള വ്യാപകമായ അധിക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. വേടന്റെ അറസ്റ്റും പരിപാടി അലങ്കോലപ്പെടുന്നതുമെല്ലാം PR പണിയാണെന്ന് ആരോപിക്കുന്ന പ്രൊഫൈലുകളും ഇക്കൂട്ടത്തിലുണ്ട്. വേടന്റെ ദളിത് പിന്നോക്ക പശ്ചാത്തലവും ജാതി വിരുദ്ധ ഗാനങ്ങളും പലസ്തീൻ മുസ്ലിം അനുകൂല നിലപാടുകളും വേടന് കിട്ടുന്ന സ്വീകാര്യതയും BJP RSS പരിവാർ സംഘടനാ കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിന് മധുവിൻ്റെയും ശശികലയുടെയും പ്രസംഗങ്ങളും ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വേടന്റെ പരിപാടികൾ തുടർച്ചയായി അലങ്കോലപ്പെടുന്നത് സംശയത്തിന് ഇട നൽകുന്നത്. മാത്രമല്ല, പാലക്കാട് നഗരം പോലെ സംഘപരിവാർ സ്വാധീനമുള്ള മേഖലകളിൽ പോലീസിന്റെ നിഷ്ക്രിയത്വവും ചർച്ചയാകപ്പെടുന്നുണ്ട്. ഇതെല്ലാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ സംശയങ്ങളാണ്. ഞാൻ ഉന്നയിക്കുന്നത് സംശയങ്ങൾ മാത്രമാണ്. നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. വേടന്റെ ജനപ്രീതിക്ക് അനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളത് സത്യമാണ്. അത് ചിലർ മുതലാക്കിയോ എന്ന സംശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുന്നത്. എന്തായാലും ഇതൊന്നും കൊണ്ട് വേടന്റെ വരികളിലെ മൂർച്ച കുറയില്ല, വാക്കുകളിലെ തീക്ഷ്ണത തീരില്ല. അത് കൂടുതൽ കനപ്പെടുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേടന്റെ ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമമുണ്ടോ? ആരെങ്കിലും ഗൂഢ നീക്കം ഇതിനു പിന്നിൽ നടത്തുന്നുണ്ടോ? അഭിപ്രായം കമന്റ് ചെയ്യൂ.